നർത്തകിക്ക് കേരളത്തിലെ ക്ഷേത്രത്തിൽ അപമാനം നേരിട്ടതായി പരാതി. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ സംപ്രീത കേശവനാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ നൃത്തപരിപാടിക്കിടയിൽ ദുരനുഭവമുണ്ടായത്. സംഘാടകർ പോലുമല്ലാത്ത ചിലർ വളരെ മോശമായി പെരുമാറിയെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ സംപ്രീത കേശവ് 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സംപ്രീത പരാതി നൽകിയിട്ടുണ്ട്. 24 മെഗാ ബ്രേക്കിംഗ്. മൂന്ന് പതിറ്റാണ്ടായി കലാരംഗത്ത് തുടരുന്നയാളാണ് ഡോക്ടർ സംപ്രീത കേശവ്. ഫെബ്രുവരി 26-നായിരുന്നു ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ നൃത്തപരിപാടി. ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടായിരുന്നു സംപ്രീത പരിപാടിക്കെത്തിയത്. 1 മണിക്കൂറായിരുന്നു നൃത്തത്തിന്റെ സമയം. എന്നാൽ പരിപാടിക്ക് മുൻപ് തന്നെ മോശം അനുഭവമുണ്ടായി. ഒരു പാൻറ്റും ഷർട്ടും കണ്ണടയൊക്കെ ഇട്ട ഒരാൾ, ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വേണു എന്നാണെന്ന്. അദ്ദേഹം ജനൽ വഴി വന്നിട്ട് നിർത്തി ഇറങ്ങിക്കോളാൻ എന്നോട് ആദ്യമേ പറയുന്നത്. അപ്പോൾ ഞാൻ കയറിയിട്ടില്ല, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അതിനു മുമ്പേ എന്നോട് പറയുന്നു നിർത്തി ഇറങ്ങി പോകുമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് 50 മിനിറ്റ്സാണ് എൻ്റെ ഉള്ളൂ. 1 അവർ ഉണ്ട്, പക്ഷേ ഞാൻ 50 മിനിറ്റ്സേ ചെയ്യുന്നുള്ളൂ, നോക്കാം സാഹചര്യം അനുസരിച്ച് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട്, അതെങ്ങനെ എവിടെന്നെങ്കിലും കയറി വന്ന് അങ്ങനെ അങ്ങ് ചെയ്യുവാണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശം ഭാഷയിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. മറ്റ് 2 നൃത്തങ്ങൾ ഉണ്ടായിരുന്നതിനാൽ 1 മണിക്കൂറോളം വൈകിയാണ് സംപ്രീതയ്ക്ക് സ്റ്റേജ് ലഭിച്ചത്. 1 മണിക്കൂർ പരിപാടിയിൽ ആദ്യ നൃത്തം മാത്രം അവതരിപ്പിച്ചു. വേദി വിടാനൊരുങ്ങവേ ഒരു സംഘമെത്തി സംപ്രീതയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. രഘുനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം കയറി സ്റ്റെപ്പിൻ്റെ അവിടോട്ട് വരുന്നു. വന്ന പാടെ ഇറങ്ങടി ഇങ്ങോട്ട് എന്നാണ് ആദ്യം പറഞ്ഞ ഭാഷ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എടി പൊടിന്ന് വിളിക്കരുത്. ഇത് 2-3 പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. അത് കഴിഞ്ഞോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ട് നമുക്കും ഒരു ക്ഷോഭം വരും. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വന്ന് നെകളിക്കുന്നോടി, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഓങ്ങി. ശേഷം ദേവസ്വം ബോർഡിലും പരിപാടിയുടെ കോർഡിനേറ്ററെയും ബന്ധപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടലുണ്ടായില്ല. അപമാനിക്കപ്പെട്ട അവിടെ നിന്നും ചെന്നൈയിലേക്ക് വണ്ടി കയറി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര മോശം ഭാഷയിൽ അവൾ നിഷേധിയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നമ്മുടെ നാട്ടിൽ വന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്നു. അയാൾ ഉപയോഗിച്ച ഭാഷയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നു. അതിനുശേഷം പ്രയോഗിച്ച ഒരു സാധനം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും DGPക്കും ഡോക്ടർ സംപ്രീത കേശവ് പരാതി നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് ഗൗരീശപട്ടണത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.